ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 12,000 പേരെ സംഘടിപ്പിച്ച് കാശും വാങ്ങി സാരിയിൽ കൊള്ളലാഭവും നേടി ഗിന്നസുന്നമാക്കി കലൂരിൽ മനുഷ്യ സുരക്ഷ കണക്കിലെടുക്കാതെ നിയമം ലംഘിക്കാൻ മൃദംഗനാദത്തിന് അനുമതി നൽകിയതാരാണ്? ബ്ലാസ്റ്റേഴ്സിന്റെ കരാർ ചൂണ്ടിക്കാട്ടി എസ്റ്റേറ്റ് വിഭാഗം നൽകിയ മുന്നറിയിപ്പ് തള്ളിയത് ആരാണ്? മന്ത്രിയും GCDA ചെയർമാനും MP-യും പങ്കെടുത്ത പരിപാടിയിൽ ഒരാൾക്ക് കഷ്ടിച്ച് കടന്നുപോകാൻ പോലും പറ്റാതെ താൽക്കാലിക സ്റ്റേജ് ഒരുക്കിയപ്പോൾ പറ്റില്ല എന്ന് പറയാഞ്ഞത് എന്താണ്? ആർക്കുവേണ്ടിയാണ് കണ്ടതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചത്? ചോദ്യം ഇതാണ്. വഴിവിട്ട വീഴ്ചയും. കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ ഷക്കീർ ഉണ്ട്. അതോടൊപ്പം അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് BJP പ്രതിനിധി, ചെഷയർ ടാസൻ പരാതിക്കാരൻ, ബിജി ഹിലാൽ മൃദംഗനാദം പരിപാടിയിൽ പങ്കെടുത്ത കുട്ടിയുടെ രക്ഷിതാവാണ്. ആദ്യം ഞാൻ കൗൺസിലറിലേക്ക് പോവുകയാണ്. ശ്രീ ഷക്കീർ, ഇപ്പോൾ ഇന്ന് GCDA ചെയർമാനെതിരെ നടന്ന പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം, അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു വന്ന പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിനൊടുവിൽ എടുത്തിരിക്കുന്ന തീരുമാനം, അവിടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. അപ്പോൾ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നു GCDAക്ക് എന്നൊരു സമ്മതിക്കലിലേക്ക് ചെയർമാൻ എത്തുകയാണ്. പക്ഷേ അത് സൈറ്റ് എഞ്ചിനീയറുടെ മാത്രം പിഴവാണ്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? ഇവിടെ ഇന്നത്തെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് GCDA ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇന്നത്തെ പ്രതിഷേധം സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ GCDA, ഞാനതിലെ കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളാണ്, പക്ഷേ GCDA എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഇന്ന് വിളിച്ചിരുന്നു. ഞാൻ ചാനലുകളിൽ കാണാൻ സാധിച്ചു. പക്ഷേ എനിക്ക് ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, GCDA ഇതിൽ ഒരു കർശനമായി ഇത് സംഭവിച്ചതിൽ കൃത്യമായി അതിൻ്റെ ചെയർമാൻ പറഞ്ഞ് അതിൻ്റെ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം ഇതിനൊരു ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കൃത്യമായി നമുക്കറിയാം ഇതിൽ വലിയൊരു വീഴ്ച നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വീഴ്ച നടന്നിട്ടുള്ളത് ഒരു പബ്ലിക് ഫംഗ്ഷന് അതിൻ്റെ സുരക്ഷാ സംവിധാനത്തിൽ വളരെ വലിയ വീഴ്ച നടന്നു എന്നുള്ളത് നമ്മൾ ആ പരിപാടി തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരും ഒരേ ഇതുപോലെയാണ് പറയണത്. പറയുകയാണ് ഷക്കീർ. കാരണം GCDA അന്നു മുതൽ തന്നെ ശ്രീ ചന്ദ്രൻപിള്ള പ്രതികരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ സംഘാടകർക്ക് പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം ഊന്നിയത്. GCDAക്ക് പിഴവേ ഇല്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത്. കാരണം കൃത്യമായ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് എന്ന്. ഈ കരാറുകൾ കരാറിൽ ഒപ്പിട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള പരിശോധന വേണ്ടേ? അതാരും നടത്തുമെന്നുള്ള ചോദ്യമുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സൈറ്റ് എഞ്ചിനീയറുടെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയത്? പ്രതിഷേധത്തിനൊടുവിലാണ്, ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കപ്പെട്ടപ്പോഴാണ്. അല്ല, നമ്മളിപ്പോൾ ഈ ചർച്ച എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദൗർഭാഗ്യകരമായി വളരെ വിഷമിച്ച് ഇന്ന് ഒരു MLA അപകടപ്പെട്ട് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്. അത് കഴിഞ്ഞ് സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമായിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിലവിൽ വരുന്നതെല്ലാം ഒരു GCDA ചെയർമാനായാലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ GCDA സെക്രട്ടറിയും അതിൻ്റെ എഞ്ചിനീയർമാരുൾപ്പെടെ അതിൽ ബന്ധപ്പെട്ടവർ തീർച്ചയായും അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ ഈ സദസ്സിൽ കേരളത്തിൻ്റെ മന്ത്രി ഉണ്ടായിരുന്നു, MLA ഉണ്ടാകുന്നു, MP ഉണ്ടാകുന്നു. ഇവിടെ സാധാരണ രീതിയിൽ ഒരു കമ്മീഷണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് പോലും 3-4 പ്രാവശ്യം വിജിലൻസ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് പോലീസുകാർ വന്ന് അന്വേഷിച്ച് ആ പരിപാടിയെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. ഈ സദസ്സിൽ ADGP ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും പോലീസ് സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോൾ പോലും ആ മന്ത്രി വന്ന് അവിടെ ഇരിക്കുന്നു. അതിൽ പരിപാടികളെല്ലാവരും പങ്കെടുക്കുമ്പോൾ ആ സ്റ്റേജിൻ്റെ അകൽച്ചയും അവിടെ വീഴുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിന് വേണ്ട PWD ആയിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ അന്വേഷണം നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഫയർഫോഴ്സ് അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആംബുലൻസ് തന്നെ ഞാൻ മനസ്സിലാക്കണം, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആംബുലൻസ് ആ സമയത്ത് വിളിച്ചു വരുത്തിയതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു അതിൻ്റെ സംഘാടകർ പറഞ്ഞ് ആംബുലൻസ് കരുതിയിട്ടുണ്ട്, വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ ഇതെല്ലാം സുരക്ഷാ സംവിധാനത്തിന് ഭയങ്കരമായിട്ടുള്ള വീഴ്ച വന്നിട്ടുള്ളത് കൃത്യമായി നമുക്കറിയാം.
ഇതിൻ്റെ സംഘാടകർ സാമ്പത്തിക കൊള്ള നടത്തിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പണം പിരിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം വ്യക്തമായി അറിയാവുന്നതാണ്. ആദ്യം ഇവരുടെ സംഘാടകർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നിയമപരമായിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് അവർക്ക് ശിക്ഷ കൊടുക്കണം. കാരണം കേരളത്തിൽ ഇതുപോലൊരു സംവിധാനം ഇനി ഉണ്ടാകരുത്. ഇവിടെ GCDA ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചെയർമാൻ്റെ അടുത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിന് ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു പരിപാടി ആയതിൻ്റെ പേരിലായിരിക്കണം അത് കൊടുത്തത്. പക്ഷെ അത് കൊടുത്തതിന് ശേഷം അതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരു ചെയർമാൻ തന്നെ പോയി നോക്കണമെന്ന് പറയുന്നത് ശരിയല്ല. ചെയർമാൻ പോയി നോക്കണമെന്നല്ല, ഈ രേഖകൾ, കരാറുകൾ, ഈ പറയുന്ന കരാറുകളൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനം അത് നോക്കുകൂടി. ചെയർമാൻ വെറുതെ കസേരയിൽ ഇരുന്നാൽ പോരല്ലോ. കാരണം അദ്ദേഹം ഇപ്പോൾ ഇന്ന് പറയുന്നുണ്ട് മൃദംഗ വിഷൻ തട്ടിപ്പ് നടത്തി എന്ന് പറയാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഈ നർത്തകരെല്ലാവരും കൂടി ആ ഫുട്ബോൾ ടർഫിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ ഉയർന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഫുട്ബോൾ ടർഫിലേക്ക് കയറിയിട്ടില്ല. ശരി, അവിടെ ദിവ്യ ഉണ്ണി മാത്രമാണ് ടർഫിൽ കയറിയത്. അപ്പോഴും അവിടെ ഈ സ്റ്റേജ് കെട്ടാനുള്ള അനുമതി ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമുണ്ടല്ലോ. സ്റ്റേജ് വിളക്ക് കത്തിക്കാൻ മാത്രമായിരുന്നു എന്നുള്ള വാദമാണ് സംഘാടകർ നൽകിയത്. പക്ഷേ അങ്ങനെയല്ല, അവിടെ നൃത്തപരിപാടി അടക്കം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ബാക്കിയുള്ളവരുടെ പ്രതികരണങ്ങൾ അറിഞ്ഞ ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ബിജി ഹിലാൽ, ഈ മൃദംഗനാഥം പരിപാടിയിൽ താങ്കളുടെ മകൾ പങ്കെടുത്തിരുന്നോ? അവിടെ പോലീസ് സുരക്ഷ വേണ്ട വിധത്തിലുണ്ടായിരുന്നില്ല. ഇവിടെ ഈ 12,000 കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, കാണാനെത്തുന്നവർ എന്നടക്കം വലിയ ആൾക്കൂട്ടം, ഒരു 1.5 ലക്ഷം പേർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് കണക്ക്. അപ്പോൾ അവരെ നിയന്ത്രിക്കാനോ അവരെ അങ്ങോട്ടും അകത്തേക്ക് കൊണ്ടുവിടാനോ ഒക്കെയുള്ള പോലീസ് സംവിധാനം കൃത്യമായി ക്രമീകരിച്ചില്ല. ഇതൊക്കെ തന്നെയും സംഘാടകരാണ് ചെയ്തതെന്നാണ് ഞാൻ കേട്ടത്. എത്രത്തോളം അതിൽ ശരിയുണ്ട്? അതുപോലെ ആ സ്റ്റേജിൻ്റെ നില, സ്റ്റേജിൽ സ്ലോപ്പ് ഉണ്ടായിരുന്നു എന്ന് അവിടെ നൃത്തം ചെയ്ത പാരീസ് ലക്ഷ്മി പിന്നീട് പരാതിപ്പെട്ടതായി പിന്നീട് നൃത്തപരിപാടിക്ക് എത്തിയ മറ്റൊരു സെലിബ്രിറ്റി പറയുകയുണ്ടായി. അവരുടെ പരിപാടി നടന്നില്ല. അതിനു മുമ്പ് തന്നെ ഉമാ തോമസിന് അപകടം സംഭവിക്കുകയായിരുന്നു. സ്മൃതി, ഇങ്ങനെയൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൈ കഴുകി പോകുന്ന കുറേയധികം ആൾക്കാർ ഇവിടെയുണ്ട്, കുറേയധികം അതോറിറ്റികൾ. GCDA എന്ന് പറയുന്നത്, GCDAയിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കിനാണ് നേരത്തെ പുറത്തുള്ള ഗ്രൗണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നത്. അകത്തത് അവർ 8 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ കളിക്ക് ചാർജ് ചെയ്യുന്നത്. ഇത് 9 ലക്ഷം രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തത്. എസ്റ്റേറ്റ് വിഭാഗത്തിൽ ഇവർ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ അനുമതികൾ നേടിയെടുക്കാനുണ്ടായിരുന്നു. കോർപ്പറേഷനിൽ നേരിട്ട് ചെന്ന് ഇവർ ടിക്കറ്റിനെ കുറിച്ച് പറയണമായിരുന്നു. അതിന് എത്രയാണോ ഇവരെ കോർപ്പറേഷൻ കൗൺസിൽ യോഗം തീരുമാനിക്കുന്ന ടാക്സ് 10%, 10%, അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രം കിട്ടേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്റ്റേഡിയം. ഒക്ടോബർ 4 ഇതിലെ പ്രതിയായ ഷമീർ അബ്ദുൾ റഹീം ആദ്യമായിട്ട് സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ടൊരു പടമിടുന്നത്, ഒരു ഫോട്ടോ അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ടിക്കറ്റ് വിൽക്കുന്ന കാര്യങ്ങളും എല്ലായിട്ടും 3-4 മാസം തകൃതിയായി ഇവരുടെയൊക്കെ പേജിൽ മൃദംഗനാഥവും മൃദംഗനാഥത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പനയും ഈ ടർഫും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോഴും ഇവിടെ GCDAയുടെ ചെയർമാൻ ചന്ദ്രൻ പിള്ള, മേയർ അനിൽ കുമാർ, ഇവരാരും എല്ലാവരും പഴിചാരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയാണ്. ഇത് MLA വീണതുകൊണ്ട് മാത്രമാണ് ഇതൊരു വലിയൊരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ ആയത്. കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ചോദിച്ചത് പറയാം. കുട്ടികളുടെ സുരക്ഷയെന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം അവിടെ വാടിത്തളർന്ന് നിന്ന് കയറ്റിവിടാൻ പോലും പറ്റാതെ അവരുടെ QR കോഡ് വർക്ക് ചെയ്യാതെ വന്നിട്ട് പോലീസ് സംവിധാനത്തിലൂടെ കയറ്റിക്കൊണ്ടുപോയി എന്നും പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വീഴ്ച ആരുടെ? GCDAയുടെ വീഴ്ചയുണ്ട്, കോർപ്പറേഷൻ്റെ വീഴ്ചയുണ്ട്. കോർപ്പറേഷൻ ഇപ്പോൾ GCDAയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. കോർപ്പറേഷൻ GCDAയുടെ കാര്യത്തിൽ ചന്ദ്രൻ പിള്ള ചെയർമാൻ്റെ തലയിൽ വെക്കുമ്പോൾ കോർപ്പറേഷൻ ഈ അടുത്ത് 2 പരിപാടികൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തില്ലേ? അപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത 2 പരിപാടികളും GCDA ഇവരറിഞ്ഞിട്ടില്ലേ? കോർപ്പറേഷൻ അറിഞ്ഞിട്ടില്ലേ? ഇവിടെ ഇത്രയും കുട്ടികൾ വരുന്നു, അവിടെ ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ ഒരാളും രക്ഷപ്പെടില്ല. കേരളമല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറുമായിരുന്നു. GCDA അവിടെ ഇത് കൊടുക്കുന്ന സമയത്ത് ടർഫിൻ്റെ മേളിൽ ടൈൽസ് ഇട്ടുകൊണ്ട് ഒരു പരിപാടി നടത്തുന്ന ഒരാലോചന നേരത്തെ ഉണ്ടായിരുന്നു. GCDA ഇവരുടെ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ കയറ്റിയ ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്ന കാര്യം. അതിനുശേഷം ഇതിന് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ആരും പരിശോധിച്ചില്ലെന്ന് വേണം പറയാൻ. കുട്ടികളുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. രണ്ടാമത് കമ്മീഷണർ, ADGP, MP, MLA, മന്ത്രി ഇവരെല്ലാം പങ്കെടുക്കുന്നു. പോലീസിൻ്റെ റോൾ എന്തായിരുന്നു അവിടെ? പോലീസ് ഏത് തരത്തിൽ അതിൻ്റെ പരിശോധനകൾ നടത്തി ഫിറ്റ്നസ് കൊടുത്തു? ഇത്രയധികം കുട്ടികൾ വരുന്നു, 7 ഗേറ്റാണ് GCDAയുടെ ഗ്രൗണ്ടിലേക്ക് ഓപ്പൺ ആക്കുന്നത്. ഒരപകടം വന്നാൽ എങ്ങനെ രക്ഷപ്പെടും? തുടങ്ങി നിരവധി വീഴ്ചകളുടെ മാത്രം ഒരു മൃദംഗനാദമാണ് നമ്മളവിടെ കണ്ടത്. താങ്കളുടെ മകൾ പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ? പങ്കെടുത്തിരുന്നു.
പങ്കെടുത്ത ശേഷം അവിടെ ഈ അപകടം നിങ്ങൾ നേരിട്ട് കണ്ടോ, അതോ ആരെ അറിയിക്കാതെ തന്നെ അപകടത്തിന് ശേഷം മുഹമ്മദ് തോമസിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു? ഫ്രണ്ട് റോയിലുണ്ടായിരുന്ന കുറച്ച് പേര് മാത്രമേ അപകടം കണ്ടുള്ളൂ. ആ അപകടം നേരിട്ട് കണ്ട ഒരു രക്ഷിതാവ് കഴിഞ്ഞ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ അപകടം കണ്ടിരുന്നോ? ഇല്ല. എനിക്ക് സ്റ്റേഡിയത്തിൽ 3 കടമുറികളുണ്ട് GCDAയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്റ്റേഡിയത്തിലെ ചില നിയമങ്ങൾ ചേർത്ത് പറഞ്ഞത്. അപ്പോൾ സ്റ്റേഡിയത്തിൽ എനിക്ക് പരിചിതമാണ്, എൻ്റെ മകൾക്ക് പരിചിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 18 വയസ്സ് കഴിഞ്ഞ ആളാണ്, തന്നെ പോയി വരാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും അവൾ വിളിച്ചാൽ എനിക്ക് മാനേജ് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിരുന്നില്ല, ആ പരിപാടിയിൽ പോയിരുന്നില്ല. പക്ഷേ വീഴ്ചയുടെ കാര്യം പരിശോധിച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം, നിസ്സാരമായൊരു കടമുറി എടുത്തവരെ പോലും നടത്തി ബുദ്ധിമുട്ടിക്കുന്ന GCDA ആണത്, നടത്തി ബുദ്ധിമുട്ടിക്കുന്ന. ഇന്നിപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന ഉഷ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഡിവിഷനിലെ AXC ആണ്, സൈറ്റ് എഞ്ചിനീയർ അല്ല. സൈറ്റ് എഞ്ചിനീയർ അനിൽ വർഗീസാണ്. അപ്പോൾ ഈ സൈറ്റ് എഞ്ചിനീയർ അതിന് തൊട്ടടുത്തുണ്ടായിട്ടും ഇവർ ഇത് വളരെ ബുദ്ധിപൂർവ്വം ആരുടെയോ നിർദ്ദേശപ്രകാരം, ഇതാരും അറിയാത്തവരൊന്നുമല്ല. ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഇതിലെ ഒരു പ്രതി അവിടെ ഹെലികോപ്റ്റർ പറത്തുന്ന ഒരു സംവിധാനം ഇടയ്ക്കുണ്ടായിരുന്നു, കുറച്ചുനാൾ നടത്തിയിട്ട് നിർത്തി. അത് അദ്ദേഹമായിരുന്നു നടത്തിയിരുന്നത്, ഈ കൃഷ്ണകുമാറാണ്. അപ്പോൾ അത് മറൈൻ ഡ്രൈവിലും ഇവിടെയും എല്ലാം ഈ ഹെലികോപ്റ്റർ പറത്താനുള്ള ആൾക്ക് GCDAയുമോ കോർപ്പറേഷനോ ആയിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ലായിരുന്ന ആളല്ല, അവിടുത്തെ നിയമങ്ങൾ അറിയാത്ത ആളല്ല. ഇവിടെ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ആൾക്ക് അവിടെ ഒരു ചെറിയ കമ്പി നാട്ടിയാൽ, ഞാൻ കൃത്യമായി പറയാം, നമ്മുടെ കടയുള്ള കാലത്ത് അവിടെ ഒരു ബോർഡ് വെക്കണമെങ്കിൽ പോലും അധികാരമില്ല. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കുഴിച്ചിടാൻ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് വന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നവരാണ് GCDA അധികാരികൾ. അപ്പോൾ ശനിയാഴ്ച ശരി, കോർപ്പറേഷൻ്റെ ചെയർമാനെ നേരിട്ട് കാണുന്നു, ഈഗോയുടെ പേരിലല്ല എങ്കിലും ഞാൻ ഈ പരിപാടിയിൽ വരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ റവന്യൂ അധികാരികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതിലെ ടിക്കറ്റിൻ്റെ പിരിവുണ്ട്, തലേദിവസമല്ല ടിക്കറ്റിന് തീരുമാനമാകുന്ന, മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്തായി? HI പോകുന്നു, അവിടെ ഒരു ക്രൗഡ് വരുന്നതുകൊണ്ട് HI അവിടെ പോകണം. അത് കഴിഞ്ഞ് എന്തുകൊണ്ട് കോർപ്പറേഷൻ സെക്രട്ടറി ഇതറിഞ്ഞില്ലേ? അത് കഴിഞ്ഞ് ഇവർ ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാതെയും ഈ പരിപാടി നടത്തുന്നു. പക്ഷേ കൃത്യമായ നിർദ്ദേശം അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തലേ ദിവസം രാത്രിയിൽ ഇതിൻ്റെ പണി നടത്തിക്കോ. കാര്യം ഞായറാഴ്ച GCDAയുടെ ഓഫീസ് അവധിയാണ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഓഫീസ് അവധിയാണ്. താൽക്കാലികമായി ഇത് നിർത്താൻ ആരും ഔദ്യോഗികമായി അവിടെ വരില്ല. അന്ന് രാത്രി തന്നെ ഈ പന്തൽ അഴിച്ചുമാറ്റാൻ അല്ലെങ്കിൽ ഈ സ്റ്റേജ് അഴിച്ചുമാറ്റാനും തീരുമാനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മൗന അനുവാദം GCDAയുടെ മാത്രമല്ല, GCDA, കോർപ്പറേഷൻ, പോലീസ് എല്ലാവരുടെ ഭാഗത്തുനിന്നും കൃത്യമായ പരിശോധനകളിലാണ് നടത്തിയ ഒരു മൗന അനുവാദത്തോടെ നടന്നിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് കൂടെ ചേർന്നുള്ള ഒരു വലിയ സ്കാം തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ശരി, കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് ശ്രീ ഷക്കീർ മറുപടി നൽകും. മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ കേൾക്കാമോ? എനിക്ക് കേൾക്കാം സ്മൃതി. ഓക്കെ, വലിയ രീതിയിലുള്ള പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ, സംഘാടനത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഇതിൽ GCDAക്ക് പറ്റിയിരിക്കുന്ന പിഴവ് എന്നുള്ളത് അത് പരിശോധിക്കാത്ത എഞ്ചിനീയറുടെ പിഴവായിട്ട് ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തൊരു നടപടി ഉണ്ടായിരിക്കുന്നു. അത് അവിടെ മാത്രം ഉണ്ടാകുന്ന ഒരു പിഴവാണോ? ഇതിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, കോർപ്പറേഷൻ കൊടുക്കേണ്ട അനുമതികളുമായി ബന്ധപ്പെട്ട്? ഞാനൊരു കാര്യം പറയാം. കോർപ്പറേഷൻ ആയിക്കോട്ടെ, GCD ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഒരു ഏജൻസി ആയിക്കോട്ടെ, നമ്മുടെ ഒരു സഹപ്രവർത്തകയായ ഒരു ജനപ്രതിനിധി, ഇനി ജനപ്രതിനിധി ആവണ്ട, സാധാരണഗതിയിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ അത് നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഭരണാധികാരികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ ഏതെങ്കിലും തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. ഇതൊരു പ്രത്യേക നിലപാടാണ്. ആ നിലപാട് ഇന്ന് GCDAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. ചെയർമാനും ഞാനും എല്ലാവരും പങ്കെടുത്ത ചർച്ചയിൽ അവസാനം ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്, ഒന്നാമത്തെ കാര്യം, ഈ ഒരു സ്റ്റേജ് പണിയുമ്പോൾ ആ സ്റ്റേജ് അവിടെ താൽക്കാലികമായി രാത്രിയാണ് കെട്ടി ഉണ്ടാക്കിയത് എന്ന് മാധ്യമങ്ങളിൽ നിന്നാണല്ലോ പിന്നെ എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രാത്രി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജ് അവിടെ കെട്ടുമ്പോൾ അത് തടയാനുള്ളൊരു ഉത്തരവാദിത്വം GCDAയിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. ആ ഒരു കാര്യം പരിശോധിച്ചപ്പോൾ ഇതാരാണ് ഇതിന് റെസ്പോൺസിബിളായ ആള് എന്ന് പറഞ്ഞപ്പോഴാണ്, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥ പേരോ പോസ്റ്റിങ്ങോ ഒന്നും എനിക്കറിയില്ല, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണെന്ന് മാത്രമേ അറിയാലോ സ്മൃതിക്ക്. അതുകൊണ്ടാണ് ആ ഒരാൾക്കെതിരായിട്ട് നമ്മൾ നടപടിയെടുത്തത്. രണ്ട്, നമ്മളിതൊന്നും വ്യക്തിപരമായി കാണരുത്. ഇപ്പൊ ഞങ്ങളുടെ കോർപ്പറേഷനിൽ നടപടിയെടുത്ത ഉദ്യോഗസ്ഥർ ഒരു നല്ല ഉദ്യോഗസ്ഥ തന്നെയാണ് മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും. അപ്പൊ നമുക്കിതൊരു പേഴ്സണൽ വെഞ്ചൻസിന്റെ പ്രശ്നമല്ല. രണ്ട്, അതിനെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റി GCDAയുടെ തന്നെ ഒരു ഇന്റേണൽ അന്വേഷണം നടക്കണം എന്നുള്ളത് കൊണ്ടാണ്
കോർപ്പറേഷന്റെ സെക്രട്ടറിയെ ഞാൻ ചുമതലപ്പെടുത്തിയതുപോലെ തന്നെ ഇന്ന് GCDAയുടെ സെക്രട്ടറിയോട് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന വീഴ്ച അന്വേഷിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം സ്മൃതി ചോദിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ വീഴ്ച മാത്രമാണോ, അതിനപ്പുറത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകണം സ്മൃതി. അതിലാണ് ഇപ്പൊ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മളൊന്നും ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അന്വേഷണത്തിന് ശേഷമല്ലേ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഒരു മിനിറ്റ്. രണ്ട് GCDA സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ നിന്നും GCDAയുടെ ഏതെങ്കിലും ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആ റിപ്പോർട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കും. നിങ്ങൾ കോർപ്പറേഷനെ കുറിച്ച് ചോദിച്ചു, അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്മൃതി ചോദിച്ചോളൂ. കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഒരു വീഴ്ചയും, കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രത്യേകമായ ഒരു സ്ഥാപനത്തിന്റെ GCDA ഒരു ഗവൺമെന്റ് എന്റിറ്റി പോലെ തന്നെയാണ്. അവരുടെ ഒരു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു പരിപാടി സാധാരണഗതിയിൽ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവര് കൊണ്ടുവന്ന ഒരു അപേക്ഷ തരുന്നത് തലേ ദിവസമാണ്. ഞാനത് പറഞ്ഞല്ലോ സ്മൃതി. ഫോർമൽ ഇൻവിറ്റേഷൻ തരുന്നതിൽ മാത്രമല്ല, അപേക്ഷ അവര് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ അപേക്ഷ കൊടുക്കുന്നത് തലേ ദിവസം ഓൺലൈനായിട്ടാണ് അവരുടെ അപേക്ഷ. നമുക്കിപ്പോ കേസ്മാർട്ട് ഉണ്ടല്ലോ, അത് തലേ ദിവസം തരേണ്ട ഒരു അപേക്ഷയല്ല. ആ അപേക്ഷ അവർ ഉദ്ദേശിക്കുന്ന ലൈസൻസ് എന്ന് പറയുന്നത് PPR ലൈസൻസ് എന്ന് പറയും. അതായത് പബ്ലിക് പ്രോപ്പർട്ടി റിസോർട്ട് ആക്ട്, PPR ആക്ട് പ്രകാരമുള്ള ലൈസൻസ് ആണ്. ആ ആക്ടിനെ നമുക്ക് ഞാൻ ഇന്നാൾ സ്മൃതി അതിനെപ്പറ്റി ചോദിക്കുന്ന നിങ്ങളുടെ റിപ്പോർട്ടർ, ഞാൻ അതുകൂടി വിശദീകരിക്കാം. PPR ആക്ട് അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ ആക്ട് വായിച്ചു നോക്കിയാൽ അറിയാം, അവിടെ ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംഘടന ഏതെങ്കിലും സർക്കാരിന്റെയോ ഒക്കെ കൈവശമുള്ള ഓപ്പൺ സ്പേസുകളിൽ പരിപാടി നടത്തുമ്പോഴാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. ആ HC ആ പാവപ്പെട്ട വനിത അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ വേറെ ഒരു സ്റ്റേജും ഇല്ല. ഇവരോട് ചോദിച്ചു ടിക്കറ്റിന്റെ കാര്യം, ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. നമ്മളും അങ്ങനെയാണല്ലോ മനസ്സിലാക്കിയത്. ഗിന്നസ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കുറെ പേര് വന്ന് സ്റ്റേഡിയത്തിൽ നർത്തകികൾ വന്ന് നൃത്തം ചെയ്ത് തിരിച്ചു പോകും, മിനിസ്റ്ററും പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈസൻസ് ആവശ്യമില്ല എന്ന ശുപാർശ അവർ കൊടുത്തത്. ഞാൻ എന്തിനാണ് അവരെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അവരൊരു കറപ്ഷൻ ചെയ്തിട്ടല്ല. ഞാൻ ആകെ അവരോട് ചോദിച്ചൊരു കാര്യം, നിങ്ങൾ പിറ്റേ ദിവസം ആ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒന്ന് അവിടെ ചെന്ന് നോക്കണമായിരുന്നു. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഭാവിയിലും ഈ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും, നിങ്ങളെല്ലാവരും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണല്ലോ. ഈ ആരാണെങ്കിലും അത് വീണ്ടും അത്തരം കാര്യങ്ങൾ ചെന്ന് അന്വേഷിക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. മേയർ, അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പതിവായി ഇത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് ആരും കടക്കാറില്ല. അപ്പൊ അത് സാധാരണയായി നടക്കുന്ന രീതിയിൽ അങ്ങ് പോയി എന്നുള്ളതാണ്. ഇത് അപകടത്തിലും കലാശിച്ചു. ഇങ്ങനെ ഒരു സ്റ്റേജ് കെട്ടിപ്പൊക്കാൻ അവർക്ക് അധികാരമില്ല, അവകാശമില്ല എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ആ സ്റ്റേജിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ഈ വിളക്ക് വെക്കാൻ വേണ്ടി മാത്രം എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇതിന്റെ ഈ പരിപാടിയുടെ ഇന്റർവെല്ലിൽ ഇടയ്ക്ക് ഈ സെലിബ്രിറ്റീസിനെ കൊണ്ട് നൃത്തം ചെയ്യിക്കുക എന്നൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ പാരീസ് ലക്ഷ്മി നൃത്തം ചെയ്യുമ്പോൾ തന്നെ ഈ സ്റ്റേജ് ഒട്ടും ഓക്കെ അല്ല, ഇതിന് സ്ലോപ്പ് ഉണ്ട് എന്ന് അവർ പരാതിപ്പെട്ടിരുന്നു അത്രേ. പിന്നീട് അടുത്ത നർത്തകി, അടുത്ത സെലിബ്രിറ്റി നൃത്തം ചെയ്യാൻ പോകുന്നു, ദിവ്യപ്രഭ. അവർ ഡാൻസ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ കൂടെ ഒരു സംഘം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഘം ചേർന്ന് നൃത്തം ചെയ്യുന്നതിൽ സ്റ്റേജിൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനു മുൻപ് തന്നെ ഉമാ തോമസ് വീണത് കൊണ്ടാണ് ഒരാളിലേക്ക് അപകടം മാറിയത്. അതെ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ സമയത്ത് കോർപ്പറേഷൻ അല്ല കയറി ചെയ്യുന്നത്. അങ്ങനെ ഒരു നമ്മുടെ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ, അതിനാണ് എസ്റ്റേറ്റ് വിഭാഗം GCDAയുടെ. അപ്പോ GCDA കൊടുത്ത അനുമതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എല്ലാ ഏജൻസികളുടെ അനുമതി വാങ്ങണം. ആ അനുമതി ഇവർക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്തു, GCDA എക്സിക്യൂട്ടീവ് ഒരു കാരണവശാലും മറ്റ് ഏജൻസികളുടെ അനുമതി വാങ്ങാതെ ഇനി മേലിൽ GCDAയുടെ ഒരു പരിപാടിക്കും ഒരാൾക്കും അനുവാദം കൊടുക്കരുതെന്ന് തീരുമാനിച്ചു. അപ്പോ അനുവാദം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുവാദം. ശരി, താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഈ മൃദംഗ വിഷ്ണു പറ്റിയിരിക്കുന്ന പിഴവിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ടല്ലോ. തലേ ദിവസമല്ല അനുമതി ചോദിച്ചു വരേണ്ടതെന്ന്. പക്ഷെ അവർക്കൊരു കുഴപ്പമുള്ളതായിട്ട് ചെയർമാന് തോന്നുന്നില്ല, GCDA ചെയർമാന്. ഇല്ല, ഞാൻ ഇന്ന് സംസാരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങൾ കൂട്ടായി എടുത്തൊരു തീരുമാനം, ഇത്തരം കാര്യങ്ങളിൽ സംഘാടനത്തിന് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് GCDA എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചത്. അത് എക്സിക്യൂട്ടീവിന്റെ അഭിപ്രായമാണ്. അത് അദ്ദേഹം ഈ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ചെറുപ്പക്കാരായിട്ടുള്ള ഓൺടർപ്രണേഴ്സ് വരുന്നു, ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം തന്നെ വിശദീകരിച്ചു, ഒരു എക്കണോമിക് ആക്ടിവിറ്റി കൊച്ചിയിൽ നടക്കട്ടെ. നിങ്ങളോടും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ശരി, പറഞ്ഞു. അത് തുടക്കം മുതലേ പറയുന്നുണ്ട്. അപകടം നടന്ന ദിവസവും പറയുന്നുണ്ട്.
അതെ, അങ്ങനെ ഒരു കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ച് ആണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം എടുത്തൊരു തീരുമാനം ഞാൻ സ്മൃതിയോട് പറയുകയാണ്, ഈ സംഘാടനത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന എന്റെ അഭിപ്രായം തന്നെയാണ് അവസാനം GCDA ചെയർമാനും ഹോൾഡ് ചെയ്തത്. കാരണം ഇവർക്ക് ഇത്ര കാര്യങ്ങൾ മറ്റേ അനുമതികൾ വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞ കാര്യത്തിൽ അവർക്ക് വീഴ്ച വന്നിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇതിൽ സൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ചില വീഴ്ചകൾ പറ്റിയെങ്കിലും തുടക്കത്തിൽ ഒരു പരിപാടി നടത്തുന്ന ആളുകളെ ഒരു ആദ്യ ഘട്ടത്തിൽ തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കി സംസാരിക്കണ്ട എന്നതിനപ്പുറത്തേക്ക് അവരുടെ വീഴ്ചകളൊന്നും അദ്ദേഹം കാണാതിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, പക്ഷേ അതിനുശേഷം ഒരു അപകടം അവിടെ നടന്നു എന്നുള്ളതാണ്. GCDAയുടെ അനുമതി അവിടെ ഒരു ഫ്ലവർ ഷോ നടത്തുന്നു. ആ ഫ്ലവർ ഷോയ്ക്ക് പിന്നീട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നു. ആ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നത് അതിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഒരു സ്ത്രീക്ക് വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉമാ തോമസ് വീണത്തിന് ശേഷമാണെന്ന് ഓർക്കണം. അപ്പോൾ എന്താണ് പിന്നെ അവർക്കുണ്ടായിരിക്കുന്ന ഒരു ജാഗ്രത എന്നുള്ളതാണ് ചോദ്യം. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായ ഒരു തീരുമാനം അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ലൈസൻസും മറ്റു കാര്യങ്ങളും ഉണ്ടാകണമെന്നുള്ളത്. ശരി, വളരെ നന്ദി മേയർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ചെഷയർ ടാസണിലേക്ക് പോകുന്നു. പരാതിക്കാരൻ ചെഷയർ ടാസൺ, താങ്കളാണ് ഇതിൽ പരാതി കൊടുത്തത്. ഇപ്പോൾ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്ന് ശരി, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് BJP പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ വീഴ്ച സംഭവിച്ചു എന്നുള്ള സമ്മതത്തിലേക്ക് GCDAയും എത്തുന്നു, കോർപ്പറേഷനും എത്തുന്നുണ്ട്. ഇനി എങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കുമെന്നുള്ള ഉറപ്പ്, അത് എങ്ങനെയാണ് ഇപ്പോൾ ആ ഉറപ്പിനെ കാണുന്നത്? ബഹുമാനപ്പെട്ട സ്മൃതി, ഇപ്പോൾ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് നടപടിയെടുക്കും. ശരി, നല്ലത് തന്നെ. പക്ഷേ കഴിഞ്ഞ പരിപാടി നടക്കുന്ന സമയത്ത് അതിൽ വീഴ്ചയുണ്ടായി എന്ന് ഇപ്പോൾ സമ്മതിക്കുമ്പോൾ ആ പ്രോഗ്രാം നടക്കുന്നതിന് മുൻപ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മേയർ നമ്മളോട് പറയുന്നത് തലേ ദിവസമാണ് അതിനുള്ള അനുമതിക്കുള്ള പത്രം സമർപ്പിച്ചത്. ഏത് നിയമപ്രകാരവുമാകട്ടെ, എന്ത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുമാകട്ടെ, അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മേയർ GCDA ആണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, ഈ കോർപ്പറേഷനകത്ത് ഏത് പ്രോഗ്രാം നടക്കുമ്പോഴും അത് പൊതുപരിപാടിയാണെങ്കിൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെയും അനുമതി ഇല്ലാതെ ഒരു പ്രോഗ്രാം നടത്താൻ കഴിയില്ല. അതൊരു പൊതുപരിപാടി പൊതുസ്ഥലത്ത് നടത്താൻ കഴിയില്ല. അതിന് ഹെൽത്തിൻ്റെ പെർമിഷൻ വേണം, പോലീസിൻ്റെ പെർമിഷൻ വേണം, എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പെർമിഷൻ വേണം. ഇനി ഒരു പൊതുസ്ഥലത്ത് ഒരു സ്റ്റേജ് ഇടുന്നതാണെങ്കിൽ PWDയുടെ പെർമിഷൻ വേണം. ഇനി അതല്ലെങ്കിൽ GCDAയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ GCDAയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള പെർമിഷൻ വേണം. കോർപ്പറേഷനെ സംബന്ധിച്ച് പൊതുസ്ഥലത്താണെങ്കിൽ പോലും കോർപ്പറേഷൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികളുടെ സമ്മതം വേണം. അവരുമായിട്ട് നേരത്തെ തന്നെ ചലാനടച്ച് അതിൻ്റെ രസീറ്റ് ഉണ്ടാകണം, നടപടിക്രമങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഇവിടെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളത് ഇവർ സൗകര്യപൂർവ്വം ഇപ്പോൾ അങ്ങോട്ടേക്ക് മറക്കുകയാണ്, അതല്ലെങ്കിൽ നീട്ടിവെക്കുകയാണ്. ഇതിൻ്റെ നടത്തിപ്പുകാരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുക. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ ഈ തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ, അതായത് ഉത്സവങ്ങളാണെങ്കിലും മറ്റു പരിപാടികളാണെങ്കിലും സംഘടിപ്പിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഗൈഡ് ലൈൻ നേരത്തെ 2023 അതിന് മുൻപ് ഉള്ള സമയങ്ങളിലുമൊക്കെ കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം, പോലീസിനുള്ള ഡയറക്ഷൻ എന്താണ്, അതാത് ലോക്കൽ ബോഡി അതോറിറ്റീസിനുള്ള ഡയറക്ഷൻ എന്താണ്, ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സമയത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ അപകടം നടന്നു. കഴിഞ്ഞ 2023 നവംബർ 11 എന്നതാണ് എൻ്റെ ഓർമ്മ, 11-23. ആ സമയത്ത് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ ഡാൻസ് പ്രോഗ്രാം നടക്കുമ്പോൾ അവിടുത്തെ സ്റ്റേഡിയത്തിനകത്ത് കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി, നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പ്രത്യേകിച്ച് DGPയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി പോലീസ് നേരത്തെ തന്നെ ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് പോലീസിൻ്റെ പൊതുവായിട്ടുള്ള ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായി തന്നെ. അതുപോലെ തന്നെ കാക്കനാട് ഒരു നമ്മുടെ കളമശ്ശേരിക്കപ്പുറത്ത് ഒരു സ്റ്റേഡിയത്തിൽ ഈ തരത്തിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഈ തരത്തിൽ സ്ഫോടനമുണ്ടായ സമയത്ത് ഈ രണ്ട് സമയങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ പരിപാടി നടത്തുമ്പോൾ പോലീസ് സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച്, ഉത്തരവാദിത്തപ്പെട്ട ലോക്കൽ ബോഡി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പാലിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ GCDA ഞങ്ങൾ റെൻറ്റ് വാങ്ങി ഞങ്ങൾ സ്ഥലം കൊടുത്തു എന്ന് പറയുന്നു. GCDAയുടെ സ്ഥലത്ത്, നമ്മളൊരു പൊതുസ്ഥലത്ത് ഒരു പരിപാടി നടത്താനുള്ള സാങ്ഷൻ എടുക്കാനുള്ള ആദ്യത്തെ നടപടിക്കുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ അവർ ആദ്യം ചോദിക്കുന്നത് കോർപ്പറേഷൻ്റെ
PWDയുടെ, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ, പോലീസിൻ്റെ, ഈ തരത്തിൽ എല്ലാ പെർമിഷൻ്റെയും കോപ്പി അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കണം. അങ്ങനെ കോപ്പി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മേയർ 24 മണിക്കൂർ മുൻപാണ് അതിനുള്ള അപേക്ഷ അവർ സമർപ്പിച്ചത് കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെയോ അനുമതി ഇല്ലാതെ തന്നെ ഞങ്ങൾക്കിത് നടത്താനുള്ള പെർമിഷൻ മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇതൊന്നുമില്ലെങ്കിലും നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള ധാരണയുണ്ടല്ലോ. ആ ധാരണയില്ലെങ്കിൽ എങ്ങനെയാണ് തലേ ദിവസം വരെ ഇതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാതിരിക്കുന്നത്? ഇനി ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ സാഹചര്യം ഒന്ന് പരിശോധിക്കുക. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മരണപ്പെട്ടിട്ട് ദേശീയ ദുഃഖാചരണം നടക്കുന്ന സമയത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നതെന്നുള്ളത് ആലോചിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രിമാരും MP-മാരും MLA-മാരും ഒക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാം നടക്കുന്നത്, അതിൽ ADGP അടക്കമുള്ള ആളുകൾ, GCDയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ, ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഒരു സ്റ്റേജാണ്. ആ സമയത്ത് നമ്മുടെ ദുഃഖാചരണം നടക്കുന്ന സമയമാണ്. അതായിക്കോട്ടെ, ഒരു പൊതുപരിപാടിയാണ്, ഞങ്ങൾ സർക്കാർ പരിപാടിയല്ല എന്നൊക്കെ പറയാം. പക്ഷേ ഒരു ഔചിത്യത്തിൻ്റെ പ്രശ്നമില്ല ഇതിനകത്ത് പൊതുവായിട്ട്. ഇനി മേയർ പങ്കെടുക്കുന്ന പരിപാടി, GCDA ചെയർമാൻ പങ്കെടുക്കുന്ന പരിപാടി, അവർക്കൊരു പ്രാഥമികമായിട്ടുള്ള മേയർ പങ്കെടുത്തു എന്നുള്ള എൻ്റെ അറിവിലില്ല. പക്ഷേ GCDA ചെയർമാൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഇനി സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി, ADGP ആ സ്റ്റേജിലുണ്ട്. അവർക്കൊരു പ്രാഥമിക ഉത്തരവാദിത്തമില്ല. ഇതിൻ്റെ പേപ്പറുകൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേപ്പറുകൾ കൃത്യമായി നൽകപ്പെട്ടിട്ടുണ്ടോ? അതിനാണ് മേയർ നേരത്തെ പറഞ്ഞത്, ചെയർമാൻ നേരിട്ടിറങ്ങി ഈ പേപ്പറുകൾ ശരിയാണോ എന്ന് നോക്കുന്ന ഒരു രീതി ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, ചെയർമാൻ അത് നേരിട്ട് പരിശോധിക്കണ്ട. ചെയർമാൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അതിന് താഴത്ത് നിൽപ്പുണ്ടല്ലോ. അതിൽ എസ്റ്റേറ്റ് മാനേജർ ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കേണ്ട PWD ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ ADGPയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്നു. ഞങ്ങൾക്ക് താഴെയുള്ള SI ആണ് അല്ലെങ്കിൽ SHO ആണ് ഇത് പരിശോധിക്കേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബാധ്യതയുമില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ബാധ്യതയില്ല എന്ന് പറഞ്ഞ് ഒഴിയേണ്ട ആളാണോ ബഹുമാനപ്പെട്ട ചെയർമാനും മേയറും ഒക്കെ, GCDA ചെയർമാനും മേയറും ഒക്കെ? ഞങ്ങൾക്ക് താഴെയുള്ളവരാണ് പരിശോധിക്കേണ്ടത്, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബാധ്യതയില്ല എങ്കിൽ പിന്നെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രസക്തി എന്താ ഉള്ളത്? അവർ അതിനുശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിൻ്റെ പ്രസക്തി എന്താ ഉള്ളത്? അപ്പോൾ ഇത് പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് തലേ ദിവസം കൊണ്ട് പെർമിഷന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മേയർ സ്വയം ആലോചിക്കണ്ടേ? അവർക്ക് അതിനു മുൻപ് വാക്കാലോ അല്ലാതെയോ അത് നടത്താനുള്ള അനുവാദമോ അതല്ലെങ്കിൽ അതിനുള്ള ധൈര്യമോ എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. അത് എവിടെ നിന്നാണെന്ന് മാത്രമേ കണ്ടെത്താനുള്ളൂ. അത് നമുക്കിപ്പോൾ നേരിട്ട് അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല പൊതുവായി. പക്ഷേ അവർക്ക് ആ ധൈര്യം കിട്ടിയിട്ടുണ്ട് സംഘാടകർക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല, സംശയവുമില്ല. അങ്ങനെ ധൈര്യം കിട്ടാതെ സാധാരണക്കാർക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ കഴിയുമോ? അങ്ങനെ സ്വാധീനമില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ അവർക്കുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും അതിന് ധൈര്യപ്പെടില്ല. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു പൊതുയോഗം നടത്തുമ്പോൾ പോലും, നമ്മളെല്ലാം പൊളിറ്റിക്കൽ പ്രോഗ്രാമുകൾ നടത്തുന്ന ആളുകളാണ് പൊതുസ്ഥലങ്ങളിൽ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും പോലീസിൻ്റെ എത്രയോ കർശനമായ നിർദ്ദേശമുണ്ട്. പ്രോഗ്രാം തുടങ്ങുന്നതിനെ സംബന്ധിച്ച്, പ്രോഗ്രാം അതുമായി നടത്തിക്കൊണ്ട് പോകുന്നതിനെ സംബന്ധിച്ച്, പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സ്റ്റേജിൻ്റെ നടപടികളെ സംബന്ധിച്ച്, ഈ GCDAയുടെ സ്ഥലത്താണെങ്കിലും ഈ കോർപ്പറേഷൻ്റെ സ്ഥലത്താണെങ്കിലും ദൈനംദിനം എത്രയോ പരിപാടികൾ നടക്കുന്നു. അവിടെയെല്ലാം ഈ തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്ത് 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ നിർത്താൻ ഇത് നോട്ടീസ് കൊടുത്തു എന്ന് പറയുമ്പോൾ, അതിന് മുൻപാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, അതല്ലെങ്കിൽ അതിനുള്ള അനുമതി തേടുന്ന ഘട്ടത്തിൽ മറ്റുള്ള പേപ്പറുകൾ കൃത്യമാണോ, മറ്റുള്ള ലൈസൻസുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഞങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ വാക്കാൽ കൊടുത്തിട്ടുണ്ട്. ആ അനുമതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കുന്നു, ഇനി അങ്ങോട്ടേക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പരിശോധിക്കാം. അങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് നടപടി ഉണ്ടാക്കേണ്ടത്? അതാണോ അതിന് മുൻപ് നടക്കേണ്ട നടപടിക്രമങ്ങൾ? അതിന് ചട്ടങ്ങളുണ്ട്, നടപടികളുണ്ട്. മുനിസിപ്പാലിറ്റീസ് ആക്ട് പ്രകാരം സെക്ഷൻ 54 57 നോക്കിയാൽ മതി. ബഹുമാനമായിട്ട് മേയർക്ക് മനസ്സിലാകുമല്ലോ, ഉദ്യോഗസ്ഥന്മാരെ നോക്കിയാൽ പോരെ. ഒരു പൊതുസ്ഥലത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടത്തിൽ ടെമ്പററി ആയ ഒരു നടപടി ചെയ്യണമെങ്കിൽ, നമ്മളുടെ ഒരു കെട്ടിടം ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഫ്ലോറിൽ ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ അതിൽ പെർമിഷൻ ഇല്ല എന്നിരിക്കട്ടെ, നാളെ ഇത് പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകും. അപ്പോൾ സ്വാഭാവികമായും ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു പൊതുസ്ഥലത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമാണ് നടത്തുന്നിരിക്കട്ടെ, അത് ആ സെക്കൻഡിൽ പൊളിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് സാങ്കേതികമായി പറഞ്ഞാൽ ഇതിന് പെർമിഷൻ കൊടുത്തിട്ടുള്ള ആളുകൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ്. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി അടുത്ത് ബന്ധം പുലർത്തുന്നവരാണ്. അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതികൾ വാക്കാൽ ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ലഭിക്കാതെ ഒരാളും അതിന് ധൈര്യപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്മൃതി. അത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട മേയർ അതുകൊണ്ടാണ് തലേ ദിവസം കിട്ടി എന്ന് പറയുന്നത്. തലേ ദിവസം കിട്ടിയാൽ 24 മണിക്കൂർ എന്നതിന് 1 മണിക്കൂർ മതിയല്ലോ സ്റ്റോപ്പ് മെമ്പർ കൊടുത്ത ആ പ്രോഗ്രാം അവിടെ അവസാനിപ്പിക്കാൻ. അപ്പോൾ ഇത്രയും വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂവിനെ സംബന്ധിച്ചാണെങ്കിലും
പോലീസിൻ്റെ നടപടിയെ സംബന്ധിച്ചാണെങ്കിലും അനുമതിയെ സംബന്ധിച്ചാണെങ്കിലും ഇനി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയെ സംബന്ധിച്ചാണെങ്കിലും ഇത് ഓരോരോ വകുപ്പുകൾ കൊടുക്കേണ്ടതല്ലേ? ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടന്നാൽ, ആ സ്റ്റേഡിയത്തിൽ ഒരു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടന്നാൽ, ഇപ്പോൾ നടന്നിരിക്കുന്ന ഇല്ലീഗൽ കൺസ്ട്രക്ഷനാണ്, ആ ഇല്ലീഗൽ കൺസ്ട്രക്ഷന് സ്വാഭാവികമായും പൊളിച്ചു നീക്കാൻ ആ സെക്കൻഡിൽ മെമ്മോ കൊടുക്കുമല്ലോ. ഇന്ന് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം, ഇന്നലെ ഞങ്ങളൊരു പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തരത്തിലൊരു സ്റ്റേജ് ഇടാനുള്ള ശ്രമം നടത്തിയപ്പോൾ 8-10 തവണയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അപ്പോൾ ഓരോ മണിക്കൂറിലും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തരികയാണ്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, മാറ്റണം, നിങ്ങൾ അത് മാറ്റണം, ഇത് മാറ്റണം. അപ്പോൾ ഈ നടപടിക്രമങ്ങൾ എപ്പോഴാണ് ഇപ്പോൾ പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റത്? അതാണ് രാത്രി കെട്ടിപ്പൊക്കി എന്ന് പറയുന്നത്. മേയറുടെ വാചകങ്ങളാണ് രാത്രി കെട്ടിപ്പൊക്കിയ സ്റ്റേജാണെന്ന്. ആ രാത്രി കെട്ടിപ്പൊക്കിയ സ്റ്റേജിലേക്ക് ആരൊക്കെയാണ് നടന്നു കയറിയിട്ടുള്ളത്, ആരൊക്കെയാണ് ആ സ്റ്റേജിൽ ഇരുന്നത് നമ്മൾ കണ്ടതാണ്. ചെഷയർ ടാസനിലേക്ക് വരാം, മടങ്ങിയെത്താം. ചെഷയർ ടാസൻ, ഇപ്പോൾ താങ്കൾ നൽകിയിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്ക് GCDA കടന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ടോ? ഇന്നിപ്പോൾ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ താങ്കളും അറിഞ്ഞിരിക്കും. അപ്പോൾ ഒരു പരിശോധന നടത്തും, ഒരു വശത്ത് മറ്റൊരു രീതിയിലുള്ള പോലീസ് അന്വേഷണം നടക്കുകയാണല്ലോ. എന്താണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? നമുക്കൊരു 2 ആഴ്ച പുറകോട്ട് പോകാം. കൊച്ചി നഗരസഭയിൽ ഒരു കൗൺസിൽ നടക്കുന്ന സമയത്ത് CPM-ൻ്റെ ഒരു നേതാവ് ശ്രീജിത്താണ് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു. എന്താണ് ആക്ഷേപം? 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൈക്കൂലി, കൈക്കൂലിയുടെ കുറേ കഥകൾ പറഞ്ഞുകൊണ്ട് അവർ, സക്കീറിനറിയാം വിഷയം, സക്കീർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഞാൻ പുറയിൽ ഇരുന്നേച്ചതാണ്. അത് ഉടനെ തന്നെ മേയർ എന്താ പറഞ്ഞത്, ഞാനത് വിജിലൻസിന് ഒരു പരാതി കൊടുക്കും, എൻക്വയറി കൊടുക്കുന്നു. ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇന്ന് ചന്ദ്രൻപിള്ള എന്താ ചെയ്യേണ്ടത്? ചന്ദ്രൻപിള്ള അവിടെ വലിയൊരു സ്കാം നടത്തുന്നത്, ചന്ദ്രൻപിള്ളക്കെതിരെ പരാതി ഞാനാണ് കൊടുത്തത്. പരാതി കൊടുത്ത ശേഷം ഇന്ന് 10:30 മണിക്ക് മീറ്റിംഗ് കൂടുന്നു, അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നടക്കുന്നു, ബഹളം നടക്കുന്നു. ചന്ദ്രൻപിള്ള ആദ്യം പറഞ്ഞതല്ല രണ്ടാമത് പറയുന്നത്. എന്തുകൊണ്ട് ചന്ദ്രൻപിള്ളക്ക് ആ ഫയലുകളെല്ലാം എടുത്ത് വിജിലൻസ് ഡയറക്ടർ കൊടുത്തുവിടാം? അവർ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ. അപ്പോൾ അതൊന്നുമല്ല, ഇതൊരു തട്ടിപ്പാണ്. ഇപ്പോൾ എൻ്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലായത് ഉഷ എന്ന് പറഞ്ഞ AXC, അവരൊരു പാവം സ്ത്രീയാണ്. അവരിത് കണ്ടിരുന്നു. അവരുടെ അവിടെ മകളാണോ ആ ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. 2 ദിവസം അവരോടെ കണ്ടിരുന്നു. അവിടെ ഈ പറയുന്ന നിർമ്മാണം ക്യാമ്പെയിൻ റൂൾ ആക്ടിൽ വരില്ല. കാരണം മുള കൊണ്ട് ഭയങ്കര രസമായിട്ട് നമ്മുടെ ഇരിക്കുന്ന കസേരയുടെ മുകളിൽ, ചരിത്രത്തിൻ്റെ ആദ്യമായിട്ടാണ് കസേരയുടെ മുകളിൽ സ്റ്റേജ് കിട്ടുന്നു. ആ സ്റ്റേജിൽ വന്നിട്ട് ADGP, കമ്മീഷണർ, മന്ത്രി ഇരിക്കുന്നു. മന്ത്രി പറയുന്നു, ആ ഒരു MLA, പാവം ഞങ്ങളുടെ തൃക്കാക്കര MLA ആണ് ഉമാ തോമസ്, താഴ്ത്തി വീണ് കഴിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്, സംഘാടനപരമായിട്ട് ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടില്ലെന്നാണ് ആദ്യം മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഒരു സ്കാമാണ്. ഈ സ്കാം എന്ന് പറഞ്ഞത് കോടിക്കണക്കിന് രൂപയുടെ ഒരു സ്വകാര്യ വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടി GCDയിലെ ചെയർമാൻ മാത്രം എടുത്തൊരു തീരുമാനം. അദ്ദേഹത്തിന് ഒരു അധികാരമില്ല, അദ്ദേഹം ഒരു നോമിനേറ്റഡ് പേഴ്സണാണ്. ഈ GCD എന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു കേന്ദ്രമാണ് കഴിഞ്ഞൊരു 15 വർഷമായിട്ട്. നിങ്ങൾക്ക് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാനാശ്ശേരി മത്സ്യകൃഷി 6 കോടി രൂപ തട്ടിക്കൊണ്ടുപോയി. എവിടെയാ പൈസ? 4 കോടി ലേസർ ഷോ, മറൈൻ ഡ്രൈവിൽ ലേസർ ഷോ, പിന്നെ 17 ഭൂമി കച്ചവടങ്ങൾ, ഏകദേശം ഒരു 10-200 കോടിയുടെ സ്കാമാണ് അവിടെ കഴിഞ്ഞൊരു 15 വർഷം നടന്നിരിക്കുന്നത്. ഒരു പട്ടിണിപ്പാവത്തിന് എൻ്റെ വീട്ടിൽ നടക്കാവുന്ന ദൂരമുള്ളൂ, PNT കോളനി, ഗാന്ധിനഗറിൽ 88 കുടുംബങ്ങളെ ഒരു പുനരുദ്ധാരണം നടത്തി വിവിധ പാർട്ടികൾ നേതൃത്വത്തിലെത്തുമ്പോൾ ഇത് സംഭവിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് ശ്രീ ചെഷയർ ടാസൻ. പക്ഷേ ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് ഈ ദിവസമുണ്ടായ ഉമാ തോമസ് ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായിരിക്കുന്ന വീഴ്ചയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ വീഴ്ച അത് മനഃപൂർവ്വമുള്ള വീഴ്ചയാണ്. അതായത് ചന്ദ്രൻപിള്ള മാത്രം, അതായത് ചെയർമാൻ, ഞാൻ പേഴ്സണൽ പേര് വിടാം, ചെയർമാൻ മാത്രം അറിഞ്ഞുകൊണ്ട്, അതായത് ഒരു അപേക്ഷ വെക്കുന്നു, 30 ദിവസം കഴിഞ്ഞ് ഈ അപേക്ഷ ചെയർമാൻ്റെ പേരിലാണ് വെക്കുന്നത്. ആ അപേക്ഷ നേരെ 30 ദിവസം കഴിയുമ്പോൾ ചെയർമാൻ ഒപ്പിട്ട് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. ഞാൻ അത് നിങ്ങൾക്ക് അലിക്ക് കൊടുത്തിരുന്നു, അതിൻ്റെ രേഖയെല്ലാം വിവരാശം വഴി എഴുത്ത രേഖയാണ്. ആദ്യം തരില്ല എന്ന് പറഞ്ഞു, ഞാൻ വിജിലൻസിനോട് കയറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് രേഖ തന്നത്. അതിനുശേഷം സെക്രട്ടറി ഒപ്പിടുന്നു. സെക്രട്ടറി ഒപ്പിട്ട് അത് നേരെ എസ്റ്റേറ്റാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതായത് അവിടെ റൂം വാടക കൊടുക്കുന്നത്, ലാൻഡ് വാടക കൊടുക്കുന്നത്, എഗ്രിമെൻ്റ് എല്ലാം എക്സിക്യൂട്ട്. എസ്റ്റേറ്റ് ഒരു വിങ് ഉണ്ട് അവിടെ എസ്റ്റേറ്റ് സൂപ്രണ്ട് ഉണ്ട്, എസ്റ്റേറ്റ് ഓഫീസറുണ്ട്. അപ്പോൾ എസ്റ്റേറ്റ് ഓഫീസർ അവരെല്ലാം കൂടി തീരുമാനിച്ചു ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഏപ്രിൽ 30-ാം തീയതി വരെയും എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് 1 കോടി രൂപ അവർ കെട്ടിവെച്ചിട്ടുണ്ടെന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ്. അവർക്ക് വാടക കൊടുത്തേക്കാണ്. അതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് 36 കോടി രൂപയാണ് FIFA Under-17 ബന്ധപ്പെട്ട് ആ സ്റ്റേഡിയത്തിന് വേണ്ടി ചെലവാക്കിയേക്കുന്നത്. അത് ഇന്റർനാഷണൽ ഫെസിലിറ്റീസ് ഉള്ള ഒരു ടർഫാണ്. അനുമതിയോട് കൂടിയാണ് അവിടെ ദിവ്യ ഉണ്ണി നൃത്തം ചെയ്തതെന്നാണ് പറഞ്ഞത്. ടർഫിൽ ദിവ്യ ഉണ്ണി മാത്രമാണ് നൃത്തം ചെയ്തത്. അപ്പോൾ ആ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വാദമാണ് GCDA പറയുന്നത്. അല്ല, അത് ആര് പറയണത്? NOC കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ആരാണ്? ഇവിടെ ഒരു സർക്കാരില്ലേ, ഇവിടെ ഒരു കൊച്ചിൻ കോർപ്പറേഷൻ ഇല്ലേ, ഇവിടെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, ഇവിടെ ടൗൺ പ്ലാനിങ് ആക്ട് ഇല്ലേ, എന്തോരം പേരുണ്ട്. ഈ വാടക കൊടുത്തവരുടെ NOC എന്തിനാണ്? അതാണ് ടെക്നിക്കൽ എന്ന് പറയുന്നത്.
എന്നിട്ട് അവ കിട്ടിയോ? അത് കിട്ടിയില്ല. രണ്ടാമത്തെ കാര്യം, ആ ദിവസം തന്നെയാണ് ചെയർമാൻ ഈ 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ്, ഈ 5 ലക്ഷം രൂപ എവിടെ നിന്ന് ഡിപ്പോസിറ്റ് കിട്ടി ചെയർമാന്? പിന്നെ 9 ലക്ഷം രൂപ വാടക, അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്കൊരു സ്റ്റേഡിയം കൊടുക്കാൻ നേരത്ത് ഇത് വാടക നിശ്ചയിക്കുന്നത് ചെയർമാൻ അല്ല, അത് നോമിനേറ്റ് ആണ്. അതിന് ജനറൽ ബോഡി ഉണ്ട്, അതിന് ഒരു കുറേയധികം എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉപയോഗിക്കും, അങ്ങനെ വാടക കൊടുക്കണം. കഴിഞ്ഞ 15 വർഷം മുമ്പ് 10 ലക്ഷത്തിനാണ് വാടക കൊടുത്തത് ഒരു ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് ഉദ്ദേശിച്ചത്, എൻ്റെ പരാതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും മനസ്സിലായി കാര്യങ്ങൾ ഗൗരവമാണെന്ന് മനസ്സിലായതുകൊണ്ടല്ല ഇന്ന് കൂടിയത്. എൻ്റെ ഒരു പരാതി ഞാൻ വിജിലൻസിന് കൊടുത്തില്ലെങ്കിൽ എന്താണ് സ്ഥിതി? വിജിലൻസ് കൊടുക്കാനുള്ള കാരണം, പാലാരിട്ടം പോലീസ് കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന അഴിമതി അവർ അന്വേഷിക്കില്ല. ഇതിനകത്ത് നടത്തിയേക്കുന്ന അഴിമതി മാത്രമേ ഉള്ളൂ. MLA വീണത് കൊണ്ടാണ്. എൻ്റെ ഒരു ചോദ്യം, മന്ത്രിയാണ് അവിടെ നിന്ന് വീണ വെച്ചാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്ന് അനിൽകുമാർ ഇങ്ങനെയാണോ, മേയർ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മേയർക്ക് ഇന്നത്തെ പങ്കുണ്ട്. കാരണം എന്തുകൊണ്ട് ഈ നിമിഷം വരെയും ഇത് ഡെപ്യൂട്ടി മേയറിൻ്റെ ഇരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് സക്കീർ. ഈ നിമിഷം വരെ റവന്യൂ എന്നൊരു നോട്ടീസ് ഈ പറയുന്ന കൊച്ചിൻ GCDക്കോ ഈ പറയുന്ന മൃദംഗ വിഷനോ നിങ്ങൾ അയച്ചിട്ടുണ്ടോ? ഇത്ര രൂപ ഞങ്ങൾക്ക് തന്നെ നിങ്ങൾ ഈ നിമിഷം വരെ അയച്ചിട്ടില്ല. അല്ല, കോർപ്പറേഷനായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ മേയർ സൂചിപ്പിച്ചത്. നമ്മൾ ഇവിടെ വർത്തമാനത്തിൽ എല്ലാവരും കോർപ്പറേഷനായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട കുറേ നിയമവശങ്ങൾ നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കോർപ്പറേഷൻ്റെ അതിർത്തിയിൽ നടക്കുന്ന മുഴുവൻ വിഷയങ്ങളും സ്വാഭാവികമായും അത് ഇപ്പോൾ കേസ്മാർട്ടായി, ഓൺലൈൻ സംവിധാനമായി. ഓൺലൈനിലൂടെ വന്ന് ഉദ്യോഗസ്ഥരത് കണ്ട് ഉദ്യോഗസ്ഥരത് പരിശോധിച്ച് അവർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട്. ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇതിലെല്ലാത്തിലും ഉദ്യോഗസ്ഥരുടെ വൻ പ്രശ്നങ്ങൾ, അവരുടെ കൃത്യമായിട്ടുള്ള നിർവഹണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതിലൊരു തർക്കവുമില്ല. ഇവരാരും ഇതൊന്നും കൃത്യമായി അന്വേഷിക്കുന്നില്ല. രാത്രി സ്റ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജ് വെളുപ്പിന് ആ സ്റ്റേജിൽ മന്ത്രിയും ഇതേപോലുള്ള കളക്ടർ അടക്കമുള്ളവരാണ് വരേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ ഒരു കാരണവശാലും ആ സ്റ്റേജ് അവിടെ അങ്ങനെ ചെയ്യിക്കരുത്, ആ പ്രോഗ്രാം അവിടെ നടത്തിക്കരുത്. അത് ഉദ്യോഗസ്ഥർക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. ആ ഉദ്യോഗസ്ഥര ഈ നടത്തിപ്പുകാരും സംഘാടകരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇതിപ്പോൾ വർത്തമാനങ്ങളെല്ലാം നമ്മൾ ഒരു കെട്ടിടം വെക്കുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങളും വശങ്ങളും എല്ലാം നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ കോർപ്പറേഷനിലൊരു കെട്ടിടം വെക്കാൻ പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടൗൺ ഹാളിലൊരു പരിപാടിക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ അപേക്ഷ കൊടുത്ത് പൈസ അടച്ചതിന് ശേഷം ടൗൺ ഹാളിൽ എന്തെങ്കിലും പുറത്തൊരു സ്റ്റേജ് ഇട്ട്, അല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ ആരാണ്? ചെയർമാനാണോ? അല്ല. അത് അവിടെ ഏൽപ്പിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയറോ ഉദ്യോഗസ്ഥർ പോയി പരിശോധിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ചെയ്തിട്ട് ആ റിപ്പോർട്ടിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണം. ആ നടപടി ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ ജനപ്രതിനിധികൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതും സംസാരിക്കേണ്ടതും. അതൊരു അപകടം സംഭവിക്കുമ്പോൾ മാത്രമാണോ വീഴ്ച തിരിച്ചറിയുന്നതെന്ന ചോദ്യം കൂടിയില്ലേ ശ്രീ ഷക്കീർ? അല്ല, ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായിട്ടും ശരിയാണ്. പല ഒറ്റ സെക്കൻഡ് പറയൂ. അതായത് ഇന്ന് ചന്ദ്രൻപിള്ള എന്താ പറഞ്ഞത്? ഇവിടെ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുന്നതിനെ മറികടക്കാനാണ് ഞാനിവിടെ ഇരിക്കണേന്ന്. ഉദ്യോഗസ്ഥരെന്താ തീരുമാനിച്ചത്? ഇത് കൊടുക്കാൻ പാടില്ല എന്നാണ്. അതായത് ഈ സ്റ്റേഡിയം കൊടുക്കാൻ പാടില്ല. അത് അവരുടെ തീരുമാനമല്ല, അത് ബൈലോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, കൊടുക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് മറികടക്കുന്നത്? അവിടെയാണ് ഈ പറയുന്ന അഴിമതി വരുന്നത്. അവിടെയാണ് ഈ പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ RIക്ക് അറിയാമായിരുന്നല്ലോ അവിടെ ഒരു പ്രോഗ്രാം നടക്കണമെന്ന്. നിങ്ങളുടെ സെക്രട്ടറി കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അറിയാമായിരുന്നല്ലോ ഇവിടെ ഒരു വലിയൊരു പ്രോഗ്രാം എല്ലാ പത്രങ്ങളിലും ഒരു പരസ്യം ചെയ്തില്ലേ? 149 മുതൽ 500 വരെ എന്നാണ് ഒരു റേറ്റ് പറഞ്ഞിരുന്നത്. അവരെന്താണ് അവിടെ പ്രഖ്യാപിച്ചത്? 30,000 പേര് പങ്കെടുത്ത സംഭവം എന്നാണ് അവർ പറഞ്ഞത്. 30,000 പേര്. അത് ഞാൻ ഈ ചാനലിൽ നിന്ന് കണ്ടാണ്, ഈ റിപ്പോർട്ട് ചാനലിൽ നിന്ന് കേട്ടതാണ്. അപ്പോൾ ഈ പറയുന്ന വിനോദ നികുതിയെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് ഉദ്യോഗസ്ഥനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അതിന് തർക്കം വേണ്ട. നിങ്ങൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ കയറണ്ട. കാരണം ഈ സെക്രട്ടറി അതിനകത്ത് GCD സെക്രട്ടറി എനിക്ക് അറിയാവുന്ന ഒരു അയ്യോഭാവമാണ്. അവരെല്ലാം ഈ ചന്ദ്രൻപിള്ളയല്ല തീരുമാനം. ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ ഒരു കാര്യം എനിക്ക് അറിയണം. റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസ് സമരം നടക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് ഒന്ന് AB സാബു, കോൺഗ്രസിൽ നിന്ന് വന്ന AB സാബു, തൊട്ടിപ്പുറത്തിരിക്കുന്ന സെക്രട്ടറി, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരാളിരിപ്പുണ്ട്. അയാളാരാ? ചന്ദ്രൻപിള്ള ഇരിക്കുന്നുണ്ട്. പിന്നെ കൊച്ചിയിലെ സലീം ഇരിപ്പുണ്ട്, MLA ഇരിപ്പുണ്ട്. തൊട്ടടുത്ത ആളിരിപ്പുണ്ട്. അയാളാരാ? ജോബി ജോണിൽ ആ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വാട്ട് ഇസ് ദ റോൾ?
എനിക്കത് മാത്രം മതി. കളക്ടർ യോഗം അവിടെ നിന്ന് എല്ലാ ജനറൽ ബോഡി എല്ലാത്തിനും ജോബി ജോൺ എന്നൊരു വ്യക്തി അവിടെ കയറിയിരിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇയാൾ ആരാണെന്ന്. GCDയുടെ ഉദ്യോഗസ്ഥനുമല്ല, ഈ പറയുന്ന MLA ഒന്നുമല്ല. അയാൾ ആരാണ്? അതാണ് നിയന്ത്രിക്കണം. അതാണ് ചന്ദൻപിള്ള നിയന്ത്രിക്കുന്ന ആളാണ്. ഇവർ രണ്ടും കൂടി തുടങ്ങിയ ഒരു ഗൂഢാലോചനയെന്നാണ് ഞാൻ വിജിലൻസിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചാനലിൽ സ്മൃതിയും കണ്ടല്ലേ ചാനലിൽ ആ ബഹളത്തിന്റെ ഇടയിൽ ഒരാളടുത്ത് നിൽപ്പുണ്ടായാലും നമുക്ക് അവരെയൊന്നും വ്യക്തിപരമായിട്ട് അറിയില്ലല്ലോ, താങ്കൾക്ക് അറിയുന്ന പോലെ അറിയില്ല. ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ ആരോപണം എന്താണ്? ഇപ്പോൾ ഈ ജോബി എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്താണ് ചന്ദ്രൻപിള്ളയെ ചേർത്ത് താങ്കളുടെ ആരോപണം? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? തെളിവില്ലാതെ നമുക്കൊരു ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. അല്ല, ഇന്ന് വീഡിയോ കണ്ടില്ലേ? അത് തന്നെ ആ കമ്മിറ്റി മീറ്റിങ്ങിൽ ഇയാൾ കയറിയിരിക്കുക ഇയാൾ ആരാണ്? ഞാൻ വിജിലൻസിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പരാതി നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഈ ജോബി ജോണാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, സൂപ്രണ്ട് എഞ്ചിനീയർമാർ യോഗം വിളിക്കുന്നതും ശാസിക്കുന്നതും എല്ലാം ഇയാളാണ്. അവിടെ ഉണ്ടായിരുന്ന 2 എഞ്ചിനീയേഴ്സ് പറഞ്ഞു, നിങ്ങൾ തന്നെ ഞങ്ങളെ വിളിക്കേണ്ട ഒരു അധികാരം നിങ്ങൾക്ക് ഇല്ലയെന്ന് പറഞ്ഞു. അവിടെ ഒരു തർക്കം അതിൻ്റെ അകത്ത് നടക്കുകയാണ്, GCDയുടെ അകത്ത്. ആ വ്യക്തിനെ ഇപ്പോൾ പരസ്യമായല്ലോ, നിങ്ങൾ എല്ലാവരും ചാനലിൽ കണ്ടു. ഈ വ്യക്തി ആരാണ്? അപ്പോൾ ഇവരെല്ലാം കൂടി നടത്തിയ എൻ്റെ ആരോപണം എന്ന് പറഞ്ഞത് അവിടെ നിർമ്മാണത്തിലെ അപാകതയൊന്നും അല്ല കേട്ടോ. എൻ്റെ ആരോപണം അതൊന്നുമല്ല. ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ വേണ്ടി GCDയുടെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി. അതിനകത്ത് ആ സംശയത്തിൽ പങ്ക് കിട്ടാണെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ആര് വിളിച്ചിട്ടാണ് മന്ത്രി വന്നത്? ആര് വിളിച്ചിട്ടാണ് ജില്ലാ കളക്ടർ വന്നത്? ആര് വിളിച്ചിട്ടാണ് ADGPയും കമ്മീഷൻ അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ വന്നത്? ആര് വിളിച്ചിട്ടാണെന്ന് ഈ പറയണ ചന്ദ്രൻപിള്ള പറയണം, അതിനെ CPM പറയണം, അതല്ലെങ്കിൽ CPIയുടെ ഘടകകക്ഷിയായ CPI സക്കീർ പറയണം. ഇതാരെല്ലാം ഞങ്ങളെ വിളിച്ചോ, അവരെ സംഘാടകർ വിളിച്ചാൽ ഇവർ വരാൻ വേണ്ടി പോകണില്ല. നിങ്ങൾ സംഘാടക ലെറ്റർ ഹെഡ് ശ്രദ്ധിച്ചോ? അവർക്കൊരു പോസ്റ്റ് അഡ്രസ് ഇല്ല, ഒരു ഫോൺ നമ്പർ മാത്രമേ ഞാൻ തന്നിട്ടുണ്ട് കയ്യിൽ. വിജി ഹിലാൽ, താങ്കൾക്ക് അവിടെ ഒരു കടമുറികളുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞല്ലോ. അപ്പോൾ GCDയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനം ഉണ്ടാകാറുണ്ട്, വലിയ പരിശോധനകൾ നടക്കുന്നു. പക്ഷേ ഇത്തരം പരിപാടികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചെഷയർ ടാൻസൺ പറയുന്നത്. ഇപ്പോൾ ഈ ഭരണസമിതിയുടെ കാലത്ത് മാത്രമല്ല, കഴിഞ്ഞ 10-15 വർഷത്തെ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. GCDയുമായി ബന്ധപ്പെട്ട് എപ്പോഴും അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്, പക്ഷേ അതിന്മേലൊന്നും അന്വേഷണം വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുമില്ല. അപ്പോൾ അവിടെ എത്ര വർഷമായി കടമുറികളുണ്ട്? എന്താണ് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ? 2022 തൊട്ട് എനിക്കവിടെ കടമുറികളുണ്ട്. ആദ്യം ഒരു കടമുറിയായിരുന്നു, പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 3 കടമുറിയാക്കി. സ്മൃതി മനസ്സിലാക്കേണ്ട കാര്യം, 1600 സ്ക്വയർ ഫീറ്റിലുള്ള എൻ്റെ കടമുറി നഷ്ടം വന്ന് ഞാൻ പൂട്ടി. ഇതിൽ വലിയൊരു പങ്കാണ് GCDയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള, ഈ എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ഭാഗത്തുനിന്നുള്ള. ഒരു പേപ്പർ കിട്ടാൻ കയറി ഇറങ്ങി നടന്നാൽ, ഞങ്ങൾ GCDയിൽ കടമുറി എടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയവും സാമ്പത്തികവും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതായത് പൈസ ഉള്ളവരും രാഷ്ട്രീയവുമായി ബന്ധമുള്ളവർക്കും അവിടെ എന്തും ചെയ്യാം. ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ നിരത്തുന്നില്ല, വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളൊരു പേപ്പർ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് സെക്ഷൻ, ഇപ്പം ശ്രീ ചെഷയർ ചിലപ്പോൾ വ്യക്തിപരമായി ഇവരെയൊന്നും നേരിട്ട് ഈ ബുദ്ധിമുട്ടുകൾ നേരിട്ടായ ആളായിരിക്കില്ല. കടമുറി എടുത്ത ആളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, വളരെ വ്യക്തിപരമായി ഒരു സ്ഥാപനം വിജയിപ്പിച്ചെടുക്കാൻ പറ്റാത്ത, ഞാൻ കൊണ്ടുവന്ന കൺസെപ്റ്റ് ചെറിയ കൺസെപ്റ്റ് അല്ല. ഈ കേരളത്തിലെ മനുഷ്യർക്ക് നല്ല ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വലിയ പ്രസ്ഥാനവുമായി മുന്നിട്ടിറങ്ങി കടത്തിൽ മൂടി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരാളായി ഞാൻ എന്നെ മാറ്റിയതിൽ GCDക്ക് വലിയ പങ്കുണ്ട്. അവിടെ കാലങ്ങളായി നയിക്കുന്ന ഒരു ബോർഡ് വർഷങ്ങൾ ഞാൻ മാറ്റിത്തരാൻ പറഞ്ഞിട്ടും അവരെനിക്ക് മാറ്റിത്തന്നില്ല. അത് യഥാർത്ഥത്തിൽ അവിടെ വെക്കാൻ പാടില്ലാത്തൊരു ബോർഡായിരുന്നു, ഒരു എൻട്രൻസിലുള്ള ബോർഡായിരുന്നു. ആ ബോർഡ് മാറ്റാൻ ഈ ഉഷ എന്ന് പറയുന്ന എഞ്ചിനീയറുടെ മുമ്പിൽ കെഞ്ചാതെ ഞാൻ കെഞ്ചിയിട്ടുണ്ട്, മാസങ്ങൾ ഞാൻ കെഞ്ചിയിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ചായ കുടിച്ചും കടി തിന്നും നോവൽ വായിക്കുകയായിരുന്നു അവർ പലപ്പോഴും. അവിടുത്തെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ ഈ പണിയെടുക്കാതെ പൈസ മേടിക്കാൻ ഒരു നാണോ ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ വെച്ചിട്ടും ഈ ബോർഡ് മാറ്റിയാൽ നിങ്ങളുടെ കടയുടെ കച്ചവടം കൂടുമോ എന്ന് ചോദിച്ച ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുണ്ട് അവിടെ. വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ, വ്യക്തി എന്ന നിലയിൽ ഞാൻ GCDയെ കൊണ്ട് നേരിട്ട ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. അവിടെ നടക്കുന്ന അതിക്രമങ്ങൾ, ഇപ്പം സ്മൃതി മനസ്സിലാക്കണ ഒരു കാര്യം, GCDയുടെ ചുറ്റുവട്ടത്ത് അനധികൃതമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ഉണ്ടെന്നറിയാമോ? അതോടൊപ്പം തന്നെ അവിടെ വ്യാപകമായ മയക്കുമരുന്ന് കച്ചവടം, അവിടെ നടക്കുന്ന വെറുതെ വഴിയെ പോകുന്നവന്മാർ വൈകുന്നേരം വന്ന് സിഗരറ്റ് വലിക്കുക, ക്യാരംസ് കളിക്കുക, ഇതിനൊക്കെ ഒരു പരാതിയായി ഒരിക്കൽ ഞാൻ GCDയുടെ സെക്രട്ടറിയുടെ മുന്നിൽ പോയി. അന്ന് രാജേഷ് എന്ന് പറയുന്ന ആളായിരുന്നു സെക്രട്ടറി. ഇതൊക്കെ ഞങ്ങളുടെ പണിയല്ല, പോലീസിൻ്റെ പണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ GCDയിൽ നമ്മളൊരു കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ ഈ വാടക, അതായത് 45,000 രൂപ GST ഉൾപ്പെടെ വാടക കൊടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. 45,000 രൂപ ചെറിയൊരു തുകയായിരുന്നില്ല.
അതോടൊപ്പം തന്നെ എന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താമോ അത്തരത്തിലെല്ലാം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് GCDയുടെ ഉദ്യോഗസ്ഥർ. അതാണ് എനിക്ക് രസം. അതായത് ഒരു ബോർഡ് വെക്കാൻ പോലും സമ്മതിക്കാത്ത, താൽക്കാലിക നിർമ്മാണത്തിന് മാത്രം അനുമതി തരുന്ന, GCD ഉത്തരവിടുമ്പോൾ അഴിച്ചു മാറ്റണമെന്ന് പറയുന്ന ഒരുപാട് നിയമങ്ങൾ നമ്മളെ എഴുതി ബുദ്ധിമുട്ടിക്കുന്ന ഈ GCDയെ ആണ് ഈ പറയുന്ന ഇതിനെല്ലാം കൊട പിടിച്ചു കൊടുത്തത്. അതോടൊപ്പം തന്നെ ഈ മേയർ ശ്രീ അനിൽകുമാർ പറയുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമല്ലേ അദ്ദേഹവും. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്നലെയോ മിനിഞ്ഞാന്നും എടുത്ത തീരുമാനമാണോ ഇതിന് മൃദംഗ വിഷന് പരിപാടിക്ക് കൊടുക്കണമെന്ന്? മാസങ്ങൾക്ക് മുമ്പ് എടുത്താണ്. എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. കാലാകാലങ്ങളായി എക്സിക്യൂട്ടീവിൽ ഈ പറയുന്ന അനിൽകുമാർ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ഇത് അറിയുന്നില്ല എന്നല്ല, ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആരും അറിയാതെയല്ല. തലേ ദിവസം ഈ പറയുന്ന നിഗോഷും ഭാര്യ മിനി നിഗോഷും, ഈ MD എന്ന് പറയുന്ന ആൾ, അദ്ദേഹം MD ആര് പ്രൊപ്പറേറ്ററാണ്. ആക്ച്വലി ഒരു പ്രൊപ്പറേറ്റർ കമ്പനിക്ക് ഒരിക്കലും MD ഇല്ല. അതുപോട്ടെ, അന്നേരം അദ്ദേഹം ഈ മിനി നിഗോഷും കൂടെ കാണാൻ ചെല്ലുന്നു. എന്താ അപ്പം സ്റ്റോപ്പ് മെമ്മോ കൊടുത്താൽ റവന്യൂവിൽ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് കൊടുത്താൽ എന്താ ഒരു കുഴപ്പവും വരികയല്ല. അപ്പം ഈ അധികാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലും അവരാണ് ഇതിൻ്റെയൊക്കെ ഭരണ നേതൃത്വത്തിലേക്ക്, ഇപ്പോൾ ചെയർമാൻ ആയാലും കോർപ്പറേഷൻ്റെ മേയർ ആയാലും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അവർക്കൊന്നും കണ്ണടച്ചൊരു നടപടി ഇതിൽ സാധിക്കില്ല. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇനി GCDയുടെ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്ന നല്ല ഉദ്യോഗസ്ഥരുണ്ട് അവിടെ GCDയുടെ എസ്റ്റേറ്റ് ഓഫീസറിനെ എന്ത് കാരണം, ഇപ്പോൾ GCDയുടെ ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം നമുക്ക് ഒരു പെട്ടിക്കട ഇടാൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയർമാനെ കണ്ടാലും ചെയർമാൻ അപ്പോൾ വിളിക്കുന്നത് ഈ GCDയുടെ എസ്റ്റേറ്റ് ഓഫീസറെയാണ്. അവരുമായിട്ട് ആലോചിക്കും. അപ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്ന് ആളെ വിളിക്കും. ഞാൻ പറഞ്ഞത് GCDA എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്നത് മുഴുവൻ GCDയുടെ ഓഫീസിലായിക്കോട്ടെ, GCDയുടെ കലൂർ സ്റ്റേഡിയത്തിലായിക്കോട്ടെ, അനധികൃത നിർമ്മാണങ്ങളെല്ലാം പരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നത്. അനധികൃത നിർമ്മാണങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. GCDയുടെ കലൂർ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമാണ്. അതിൻ്റെ ചുറ്റും എത്ര ചായക്കടയുണ്ടെന്ന് അന്വേഷിച്ച് നോക്കൂ. അവിടെ എത്ര ഗ്യാസ് സിലിണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അന്വേഷിച്ച് നോക്കൂ. എല്ലാവർക്കും പെർമിഷൻ കൊടുക്കുകയാണ്. എല്ലാവർക്കും ചായക്കടയുടെ ഒരു സെൻ്ററായി, അല്ലെങ്കിൽ വലിയ വലിയ അവരുടെ ബിസിനസ്സുകൾ വ്യാപിപ്പിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന അവരുടെ ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥരുമാണ്. അവ എന്തും ചെയ്യാം. അതായത് ഒരു കടമുറി നടത്തുന്നവന് പോലും എന്തും ചെയ്യാം. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ. ഇത് രണ്ടും ഇല്ലെങ്കിൽ നടക്കില്ല. എനിക്കിത് രണ്ടും ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പരാജയപ്പെട്ടതാണ്. ബിസിനസ് സംരംഭം എന്ന നിലയിൽ പരാജയപ്പെടുകയും കൂടെ ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഒറ്റ രാത്രി കൊണ്ട് അവരൊരു സ്റ്റേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒറ്റ രാത്രി കൊണ്ടിട്ട സ്റ്റേജിന് മൗനാനുവാദമുണ്ടായിരുന്നു, ഒരു സംശയമില്ല. രാത്രിയിൽ നിങ്ങൾ ഇട്ടോ, പിറ്റേ ദിവസം നേരം തിങ്കളാഴ്ച വെളുപ്പിനെ മുമ്പ് അത് അഴിച്ചു മാറ്റിക്കുക എന്നുള്ള നിർദ്ദേശം കൃത്യമായി കിട്ടിയത് കൊണ്ട് തന്നെയാണ് അവർ ആ സ്റ്റേജിൽ. അതിലൊരു സംശയവും ഇല്ല. ബിജി, എന്ത് കടമുറികളാണ് തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ തുടങ്ങിയിരുന്നത്? നഷ്ടത്തിൽ പോയത് എന്താണ്? ഈ പറഞ്ഞ നാച്ചുറൽ എഡിബിൾസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുമായി ഈ പറയുന്നത് പോലെ സ്വന്തമായി കൃഷി ചെയ്ത്, അതായത് പ്രളയത്തിൽ മുങ്ങിപ്പോയ, നിങ്ങൾക്കറിയാം, പലർക്കും അറിയായിരിക്കും, മെഗാസ്റ്റാർ മമ്മൂട്ടിയും ശ്രീനിവാസനെ അടക്കം കൃഷിയിലേക്ക് കൊണ്ടുവന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ കുടുംബം പോലെ ഈ കൺസെപ്റ്റിൻ്റെ പുറകിൽ നിന്ന് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി സ്മൃതി. ഒരു വനിതാ സംരംഭക എന്ന നിലയിൽ ഒരിക്കൽ പോലും മാസങ്ങളായി എൻ്റെ കടമുറി പൂട്ടിയിട്ട് ഇവരുടെയൊക്കെ ഇടപെടൽ കൊണ്ടും ഇവരുടെയൊക്കെ എന്താ പറയുക, ദയയില്ലാത്ത ഇടപെടൽ കൊണ്ട് ഒരു സ്ഥാപനം പൂട്ടിയിട്ട് ഒരിക്കൽ പോലും എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല, നിങ്ങളൊരു സംരംഭകയല്ലേ, വനിതാ സംരംഭകയല്ലേ, എന്താണ് നിങ്ങൾക്ക് GCDയുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത്? അതേപോലെ എത്രയൊക്കെ ഉപദ്രവങ്ങൾ അവർ തന്ന് ആ സ്ഥാപനം പൊട്ടിച്ചു. അതൊരു ഓർഗാനിക് ഷോപ്പായിരുന്നു. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഞാൻ 2007 തൊട്ട് ഇതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ജീവിതത്തെ വരെ വഴിമുട്ടിച്ചവരാണ് GCDയുടെ ഉദ്യോഗസ്ഥരും ഭരണ നേതൃത്വവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മകള് വഴി അങ്ങനെ ഒരു വിഷയം വരികയും ഇതൊക്കെ പുറം ലോകം അറിയുന്നതിലും സത്യത്തിൽ എനിക്ക് വലിയ സംതൃപ്തിയുണ്ട്. ഒരു കണക്കിന് നോക്കിയാൽ കാര്യം പറയാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി എന്നത്, പറയാനുള്ളൊരു സാഹചര്യം. അവിടെ ഇപ്പൊ കടമുറി എടുത്ത പലരും പറയുന്നത് ഉദ്യോഗസ്ഥരെക്കാളും അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒപ്പിട്ട് കയറണം. ചെയർമാന്റെ മുറിയിലോട്ട് നമ്മൾ, അല്ലെങ്കിൽ താഴെ നമ്മൾ ഒപ്പിടണം. ഞങ്ങളുടെയൊക്കെ ഒപ്പായിരിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ ഒപ്പിനേക്കാൾ കൂടുതലുള്ള. അത്രയ്ക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു അന്വേഷണം, ഒരാളെയും വെറുതെ വിടാത്ത രീതിയിൽ വളരെ ഗൗരവത്തിലുള്ള വിഷയം തന്നെയാണ് ബിജി ചൂണ്ടിക്കാണിച്ചത്. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, എന്തു പറയാം ഈ ഘട്ടത്തിൽ? ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ സക്കീർ സൂചിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കേണ്ടതായിരുന്നു. ഞങ്ങൾക്കതിൽ പങ്കൊന്നുമില്ല, ഞങ്ങളെയൊക്കെ ഇതിനകത്തേക്ക് വലിച്ചഴച്ചിരിക്കുകയാണ്. എനിക്ക് ശ്രീ സക്കീറിനോട് ഒരൊറ്റ കാര്യമായി സൂചിപ്പിക്കാനുള്ളൂ. ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ആളുകൾ, അതാരാണ് എന്ന് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകളുടെ, അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകളുടെ അനുമതിയില്ലാതെ ഏതെങ്കിലും ഒരാൾ
ഇപ്പം ഞാനാണെങ്കിലും ശ്രീ സക്കീർ ആണെങ്കിലും GCDA സ്ഥലത്തോ കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഒരു പൊതു ഗ്രൗണ്ടിലോ ഒരു പ്രോഗ്രാം നടത്താൽ അദ്ദേഹം ഒരു പൊതുപ്രവർത്തനമില്ല, അദ്ദേഹത്തിന് അറിയാമല്ലോ, നമ്മളൊരു അപേക്ഷ കൊടുത്താൽ അപേക്ഷ കോർപ്പറേഷനിൽ സ്വീകരിക്കുന്ന ദിവസം മുതൽ ഓരോ പെർമിഷനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അതിൻ്റെ നടപടികളെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടാകും, അതിൻ്റെ നടപടികളുണ്ടാകും, അതിനെക്കുറിച്ച് അവരുടെ അന്വേഷണം മാത്രമല്ല സ്റ്റോപ്പ് മെമ്മോ അടക്കം കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊന്നുമില്ലാതെ ഉദ്യോഗസ്ഥന്മാർ, ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ ഉദ്യോഗസ്ഥന്മാർ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ തന്നെ ഓഫീസിൽ നിങ്ങളുടെ തന്നെ വാക്കുകൾ കേട്ട് നിങ്ങൾ പറയുന്നത് കേട്ട് ഓരോരോ നടപടികൾ ചെയ്ത് അവരെല്ലാം സസ്പെൻഷനിലാകുന്നത് ഒഴിച്ചാൽ എന്തായിരുന്നു ഈ നടപടികൾക്ക് യാതൊരു അപേക്ഷയുമില്ലാതെ മുന്നോട്ട് പോകാൻ ഇതിൻ്റെ സംഘാടകർക്കുള്ള ധൈര്യം? അത് ശ്രീ സക്കീർ പറയണ്ടേ. ആ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്നുകിൽ മന്ത്രിയാണോ, ഇനി MLA ആണോ? പെട്ടെന്ന് മറുപടി നൽകൂ ശ്രീ ഷക്കീർ. അല്ല, ഈ പെർമിഷന് വേണ്ടി കൊടുക്കുന്നതിലും വ്യത്യസ്തമായിട്ട് അവിടെ എന്തെങ്കിലും നിർവ്വഹണം നടന്നാൽ ആ നിർവ്വഹണം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരാണ്. അത് മറ്റുള്ള ചെയർമാന്മാരോ കൗൺസിലർമാരോ അറിയണമെന്നില്ല. സാധാരണ രീതിയിൽ പെർമിഷൻ കൊടുക്കുന്നത് കൃത്യമായിട്ട് അപേക്ഷ വെക്കും. ടെക്നിക്കൽ കാര്യങ്ങളല്ല ശ്രീ സക്കീർ ഞാൻ സൂചിപ്പിച്ചത്, രാഷ്ട്രീയ പിൻബലത്തെക്കുറിച്ചാണ്. അല്ല, ഞാനൊന്ന് തീർത്തേക്കട്ടെ, ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. അപ്പൊ അതിനുശേഷം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ മേയർ കൃത്യമായി പറഞ്ഞ് രാത്രി ആ ഉദ്യോഗസ്ഥ അവിടെ ചെല്ലുമ്പോൾ അവിടെ സ്റ്റേജില്ല, അവർ രാത്രി അവിടെ പണിത സ്റ്റേജാണ്, രാവിലെ അവിടെ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും പണിതിട്ടുണ്ടെങ്കിൽ രാത്രി പണിതാണ് എങ്കിലും രാവിലെ ആ സ്റ്റേജിലേക്ക് വൈകിട്ട് ആ സ്റ്റേജിലേക്ക് ആരൊക്കെ കയറി എന്നുള്ളത് നമ്മുടെ മുന്നിൽ വന്ന ദൃശ്യമാണല്ലോ ശ്രീ ഷക്കീർ. അപ്പോൾ ഇതിലെ പിഴവ് രാത്രി കണ്ടില്ല എന്നുള്ളതിൽ അല്ല, രാവിലെ അതിലേക്ക് കയറി ചെന്നവരാണ്, പ്രധാനികളാണ് അതിലേക്ക് കയറിയ മുഴുവൻ ആളുകളും. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ രണ്ടാമത് അതിന്റെ ആ റിപ്പോർട്ട് കൊടുത്ത് അതിന്റെ സ്റ്റോപ്പ് ചെയ്യിക്കണം. ശരി, ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അന്വേഷണം ഏത് ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. ഏതായാലും GCDAയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നു. അതിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതിന്റെ ആവശ്യകതയാണ് ഇപ്പോൾ ഈ അപകടം ചൂണ്ടിക്കാണിച്ചിരുന്നത്. വളരെ നന്ദി ശ്രീ ഷക്കീർ, ശ്രീ അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ചെഷയർ ടാസൻ, ബിജി ഹിലാൽ, ഒപ്പം തന്നെ മേയർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.